إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആലി ഇംറാൻ 96-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം ഇന്ന അവ്വല ബൈത്തിൻ ആ ആദ്യത്തെ ആ ഭവനം ആ ആദ്യ വീട് അലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായ ആ വീട്, അതായത് ജനങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ട വീട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായ ആ ആദ്യ ഭവനം, അത് കഅബയെ കുറിച്ചുള്ള സൂചനയാണ്. യാതൊന്നാണത് ബക്കയിൽ. ബക്ക എന്ന് പറഞ്ഞാൽ മക്കയുടെ വേറൊരു പേരാണ്. പുരാതന കാലത്ത് മക്കക്ക് ബക്ക എന്നും പേരുണ്ടായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പരാമർശിക്കുന്നത്. മുബാറകൻ, അനുഗ്രഹീതമായ ഒരു വീടാണത്. അനുഗ്രഹീതമായ ഒരു വീട്. വഹുദൻ ലിൽആലമീൻ, ലോകർക്ക് മുഴുവനും സന്മാർഗമായി കൊണ്ടും ലോകർക്ക് മുഴുവനും സന്മാർഗം കാണിക്കാനും അനുഗ്രഹീതമായി ബക്ക എന്ന് പറയുന്ന ഇന്നത്തെ മക്കയിൽ സ്ഥാപിതമായ ആദ്യത്തെ വീടാകുന്നു അത്. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല ഈ രൂപത്തിൽ ഒരായത്ത് ഇവിടെ അവതരിപ്പിക്കാനുള്ള കാരണം എന്താണ്? കാരണം ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അത് ആദം നബി അലൈഹിസ്സലാം മലക്കളുടെ സഹായത്തോടു കൂടിയാണ് ആദ്യമായി ഈ ഭൂമുഖത്ത് സ്ഥാപിച്ചത് എന്നും പറയപ്പെടുന്നു. അല്ലാഹുവാണ് അറിയുന്നവൻ. അതിന്റെ ഒരു പുനർനിർമ്മാണം മാത്രമാകുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ അതിനെ പുനർനിർമ്മിച്ചത്. നോക്കൂ നിങ്ങൾ, ഈ ഭവനത്തെ അംഗീകരിക്കാൻ ജൂത ക്രൈസ്തവർക്ക് വൈമനസ്യമുണ്ട്. അവർ ബൈത്തുൽ മുഖദ്ദസ് ആണ് അവിടെ കിബില അംഗീകരിക്കുന്നത്. എന്നാൽ ഈ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് വളരെ അടുത്ത് 1000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിതമായതാണ്. ദാവൂദ് അലൈഹിസ്സലാം അതുപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാമും ചേർന്നുകൊണ്ട് അത് പൂർത്തിയാക്കിയ ഒരു ഭവനമാണ് ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസിന് ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ അതിനേക്കാളും അവ്വല ബൈത്ത്, ആദ്യത്തെ വീട്, അതിപുണ്യകരമായ അള്ളാഹുവിന്റെ തൃപ്തിയുള്ള ആദ്യത്തെ വീട് അത് മക്കയിൽ സ്ഥാപിതമായ കഅബ തന്നെയാണ്. ആ കഅബയെ കിബിലയെ അംഗീകരിക്കണം. ആ കഅബയെ കിബിലയായി അംഗീകരിക്കാത്ത യഹൂദ ക്രൈസ്തവർ പിഴച്ച മാർഗത്തിലാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതാണ് അല്ലാഹു സൂചന നൽകുന്നത്. ലോകർക്ക് മുഴുവനും അനുഗ്രഹീതമായി മക്ക എന്ന് പറയുന്ന, അതായത് മക്കയിൽ സ്ഥാപിതമായ ആ അനുഗ്രഹീത ഭവനത്തെ നിങ്ങൾ ആദരിക്കണം, അതിനെ അംഗീകരിക്കണം എന്നാണ് ലോക ജനങ്ങൾക്കുള്ള തഖീ നൽകുന്നത്, സൂചന നൽകുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ള. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.